നമ്മൾ ഇന്നൊരു അടിപൊളി വിഭവമായിട്ട് വന്നിരിക്കുന്നത് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ്. സാധാരണ നമ്മളെല്ലാവരും മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ട്, പക്ഷേ ഇത് നമ്മൾ വെറൈറ്റി രീതിയിലാണ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത്. മുട്ട ഫ്രൈ ചെയ്താണ് മുട്ട റോസ്റ്റ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക, എന്നാലേ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. നമുക്കിതിന് വേണ്ടുന്നത് ഒണിയൻ വേണം. അത് ചെറിയ ഒണിയനാണ് എടുത്തിരിക്കുന്നത്. ചെറിയ ഒണിയനാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഗാർലിക്ക്, ജിഞ്ചർ എന്നിവയാണ്. അതെല്ലാം നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട നല്ല വെള്ളത്തിലിട്ട് ചൂടാക്കാം. ഹീറ്റ് ചെയ്ത് നന്നായിട്ട് വേവിച്ചെടുക്കണം. നമ്മൾ ഇപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഓണിയനും ഗാർലിക്കും ജിഞ്ചറും എല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഒണിയന് ചെറിയ ഉള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് വഴണ്ടി വരും. നമ്മൾ ഒണിയൻ ഏകദേശം വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കി നല്ല ഒണിയൻ നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മൾ മുട്ട റെഡിയായി വെച്ചിട്ടുണ്ട്. മുട്ട റെഡിയാക്കി വെച്ചതിലേക്ക് നമ്മളൊരു ഫ്രൈ പാൻ എടുക്കുകയാണ്. ആ ഫ്രൈ പാനിലേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നു. ഒരല്പം ഉപ്പ് ഇട്ട് കൊടുക്കുകയാണ്. അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നു. അല്പം ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കുന്നു. അല്പം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മുട്ടയുടെ രണ്ട് സൈഡിലൊക്കെ ചെറുതായിട്ടൊന്ന് പീസാക്കി ഇട്ട് കൊടുക്കണം. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ലതായിട്ട് മസാല ഇതിനുള്ളിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ഈ മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അത് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ മുട്ട നമ്മൾ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരുന്ന വഴറ്റി വെച്ചിരുന്ന ഉള്ളിയിലേക്ക് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നു. കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. ഈ പൊടിയുടെ ഇതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് കുറച്ച് നേരം വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന മുട്ട അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നു. ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് ഇളക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ ശകലം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അടച്ച് കുറച്ച് നേരം വേവിക്കണം. മുട്ടയിലേക്ക് നല്ലതായിട്ട് മസാല എല്ലാം പിടിക്കും. നമ്മുടെ മുട്ടക്കറി കണ്ടോ എന്താ സ്റ്റൈലാണെന്ന് നോക്കി കാണാൻ വേണ്ടിയിട്ട്. ആ മുട്ട ഉണ്ടാക്കിയാൽ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ നമ്മൾ വെള്ളം എല്ലാം നന്നായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ മുട്ടക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇനി ബൗളിലേക്ക് സർവ് ചെയ്യാവുന്നതാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര ടേസ്റ്റിയാണ്. കുട്ടികൾക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു.